എന്റെ മോൻ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? മമ്മി ഡോണ്ട് വറി, എനിക്കൊന്നും സംഭവിച്ചില്ല. ത്രിവിക്രം, അവിടെ എന്താ നടന്നേ? ഡാഡി, പിന്നെ ആ പാമ്പുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്തു. എന്താ? ഞങ്ങൾ അറ്റാക്ക് ചെയ്ത പാമ്പിന്റെ അടുത്തേക്ക് മറ്റൊരു പാമ്പ് വന്നു. പിന്നെ അവ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങള് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അമൃത, താൻ തൃശ്ശൂരിലെ കൂടെ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ താനിതൊന്നും കണ്ടില്ലേ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. അതെന്തായാലും നന്നായി. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ താനും പേടിച്ചേനെ. ത്രിവിക്രം, നീ പോയി റെസ്റ്റ് എടുക്കുമോനെ. അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട. ഇനി മേലിൽ ഇതുപോലെ പാമ്പിനെ ഒന്നും നീ കാണില്ല. ശരി ഡാഡി. പിന്നെ തൽക്കാലം തൃശ്ശൂരിനെ ഒറ്റയ്ക്കൊന്നും പുറത്തേക്ക് വിടണ്ട ഡാഡി. ഞാൻ നന്ദീശങ്ങളോടും പറഞ്ഞേക്കാം. ഓക്കെ. ഗുരു ഏതൊക്കെ പൂജ പറഞ്ഞാലും അതൊക്കെ ഞാൻ ചെയ്തോളാം. മഹാദേവന്റെ അനുഗ്രഹം ആദിശേഷന് ലഭിക്കാനായി ഞാൻ എന്തും തന്നെ ചെയ്യാം. അവനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. ഇപ്പൊ തന്നെ ഒരു തവണ അവനെ നഷ്ടപ്പെട്ടപ്പോ ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടിരുന്നതാ. ഇനിയും എനിക്ക് അവനെ നഷ്ടമായ എന്റെ ജീവിതം അവിടെ വെച്ച് അവസാനിക്കും. നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരിച്ചെത്തിക്കാനും ആവില്ല. നാഗലോകം നശിച്ചു പോവുകയും ചെയ്യും. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെയും നാഗലോകത്തിന്റെയും ഭാവി രണ്ടും എന്റെ കയ്യിൽ തന്നെയാണ്. രണ്ടും എനിക്ക് രക്ഷിച്ചേ പറ്റൂ. ഞാൻ രക്ഷിക്കുകയും ചെയ്യും. സുന്ദരി, എന്താണ് ഈ പാവത്തിനെ കാണാൻ വേണ്ടി വന്നാണ് ഇവിടേക്ക്? ഓ, നിന്റെ യജമാനി എന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടതാണോ? അതിനൊരു സാധ്യതയില്ല. അവൾ എന്തായാലും വിളിക്കാൻ പോകുന്നില്ല. എനിക്ക് തോന്നിയാ ഞാൻ തന്നെ അവിടെ പോയി കാണണം. അല്ല സുന്ദരി, നിന്റെ മുതലാളിക്ക് എന്താ എന്റെ കാര്യത്തിൽ ഇത്രയധികം വാശി? ഞാൻ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവൾ എന്നെ മനസ്സിലാക്കുന്നേ ഇല്ല. ചില സമയത്തൊക്കെ എന്തുമാത്രം ദേഷ്യം വരുമെന്നറിയാം എനിക്ക്. ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് തന്നെ പണി വരുമെന്ന് വിചാരിച്ച് വിടുന്നതാ. സുന്ദരി, ഇപ്പൊ കുറച്ചൊക്കെ എന്നോട് ദേഷ്യമൊക്കെ കാണിക്കുമായിരിക്കും, വാശിയും കാണിക്കുമായിരിക്കും. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ദേഷ്യമൊക്കെ മാറുന്നേ. ശരിയല്ലേ? എന്തിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന? ഓ, അവൾക്ക് നിന്നോട് പ്രണയമേ ഇല്ല. പിന്നെ നീ എങ്ങനെയാ അവളെ കല്യാണം കഴിക്കുക എന്നായിരിക്കും. അതിനും എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. അവൾക്ക് ഇപ്പോ ചിലപ്പോൾ എന്നോട് പ്രണയം ഇല്ലായിരിക്കാം. പക്ഷെ ഫ്യൂച്ചറിൽ പ്രേമം വരില്ല എന്ന് പറയാൻ പറ്റില്ല. അവളുടെ മനസ്സ് മാറണം. എന്നെ കണ്ടാ ഇഷ്ടം തോന്നണം. എന്നോട് പ്രണയവും തോന്നണം. ഇതിനെല്ലാം ഒരു ഐഡിയ ഉണ്ട്. നിനക്കിത് എന്താണെന്നറിയോ? നാഗകർണിക പുഷ്പം. ഈ പൂവെന്ന് വെച്ചാലേ നിന്റെ യജമാനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ. ഇതൊന്ന് കൊണ്ടുവരാൻ ഞാൻ തന്നെ കഷ്ടപ്പെട്ടെന്നറിയോ നിനക്ക്? ഈ പൂവെങ്ങാനും നിന്റെ യജമാനി കണ്ടാലേ പിന്നെ ഉണ്ടാകുന്ന സന്തോഷം വേറെ. ആ സന്തോഷം അവളുടെ മുഖത്ത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഈ പൂവ് കണ്ടതിന് ശേഷമെങ്കിലും ചിലപ്പോൾ അവളുടെ മനസ്സ് മാറി എന്നെ സ്നേഹിക്കുമായിരിക്കും. എനിക്കത് മതി. അമൃത, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ലാന്ന്. ഇപ്പൊ കണ്ടില്ലേ, ചെറിയൊരു കൈപ്പിഴ പറ്റിയിരുന്നെങ്കിൽ ത്രിവിക്രം കാര്യങ്ങൾ മനസ്സിലാക്കിയേനെ. വന്നില്ലല്ലോ, പിന്നെ എന്താ ഇപ്പൊ കുഴപ്പം? കാര്യങ്ങൾ നീ ഇത്ര നിസ്സാരമായിട്ട് കാണരുത്. തൃശ്ശൂലും ത്രിവിക്രവും 2 പാമ്പുകളെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പൊ തൃശ്ശൂല് പുറത്തു പോകാൻ നോക്കിയാലും ത്രിവിക്രം അവനെ തനിച്ചു വിടില്ല. അത് നമുക്ക് ദോഷം ചെയ്യും. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ജോലി ഇപ്പൊ വളരെ എളുപ്പമായി. അതെങ്ങനെ? ഇത്രയും ദിവസം തൃശ്ശൂലിനെ വീടിന് വെളിയിൽ വെച്ച് കൊല്ലാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോ വീടിനുള്ളിൽ തന്നെ വെച്ച് കൊല്ലാൻ പറ്റും. എന്തായാലും പാമ്പ് വീട്ടിൽ വന്നു എന്ന് വീട്ടിലെല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ നമ്മൾ തൃശ്ശൂലിനെ കൊല്ലുകയാണെങ്കിൽ പാമ്പ് തന്നെയാണ് അവനെ കൊന്നുകളഞ്ഞതെന്ന് എല്ലാവരും കരുതിക്കോളും. അപ്പോൾ എന്റെ മേലോ അല്ലെങ്കിൽ നിങ്ങളുടെ മേലോ
ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. വാവ്, ഗുഡ്. എന്നാലും ജോലി ചെയ്തു തീർക്കുന്നതിന് മുൻപേ ഫലിതാംശത്തെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ മേൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ എന്നെ തന്നെ നിങ്ങൾ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ ജോലി ചെയ്ത് തീർത്തേ മതിയാവുകയുള്ളൂ. അതിന് ഞാൻ എന്തും ചെയ്യും. ചെയ്തോളൂ, പക്ഷെ സൂക്ഷിക്കണം. ആരും തന്നെ നിന്നെ സംശയിക്കാൻ പാടില്ല. പക മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ എനിക്ക് പല വർഷങ്ങൾക്ക് മുൻപേ അറിയാം. ലക്ഷ്യം മുന്നിൽ തന്നെയുണ്ട്. മാർഗവും കണ്ടുകഴിഞ്ഞു. വേട്ട തുടങ്ങിക്കഴിഞ്ഞു. ഇതെന്താ കേൾക്കുന്നത്? കൊലുസിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ശിവാനി എങ്ങാനും വന്നിട്ടുണ്ടാവോ? ആഹാ, യെസ്. ശിവാനി, എന്ത് പെർഫെക്റ്റ് ടൈമിംഗ് ആയത്. ഈ പൂവ് നിനക്ക് തരണമെന്ന് വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴത്തേക്കും വന്നു. സൂപ്പർ. ശിവാനി ഇതുവരെ അറിയാത്തത് കൊണ്ട് ഈ പൂവ് ഞാൻ സർപ്രൈസ് ആയിട്ട് അവൾക്ക് കൊടുക്കും. മാഡം, ശിവാനി മാഡം, മാഡം, ശിവാനി മാഡം, മാഡം എവിടെയുള്ള? ആഹാ, എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. മാഡം, ശിവാനി മാഡം, ഇത് എവിടെയുള്ള? വാ, എനിക്ക് മനസ്സിലായി എന്നെ കളിപ്പിക്കുകയാണെന്ന്. ശിവാനി മാഡം, ഒന്ന് വാ മാഡം. മാഡം, പാമ്പ്, പാമ്പ്. അയ്യോ നാഗരാജാവേ, ദയവ് ഇതൊന്നും ചെയ്യില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ ഒന്നും ചെയ്യില്ല. അമ്മേ, അമ്മേ, പാമ്പ്. നാഗരാജാവേ, നാഗരാജാവേ, എന്നെ വിട്ടേക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിട്ടേക്കും. ഞാൻ നല്ലൊരു പയ്യനാ. പ്ലീസ് എന്നൊന്ന് വെറുതെ വിട്ടേക്കും. ഞാൻ ഒരു തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറയുന്ന കേൾക്കാൻ എന്നെ വിട്ടേക്ക് പ്ലീസ്. നാഗരാജാവേ, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ആച്ചാ, തൃശൂൽ മോനെ, തൃശൂൽ പോ, പോ, മാറ്, മാറ്, പോ മോനെ. തൃശൂൽ എഴുന്നേക്കണം. പോ, 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 ദൂരെ പോ, പോ. മോനെ തൃശൂൽ, എടാ മോനെ. മലയാളി, മലയാളി, മലയാളി. എന്താ നീ ഇങ്ങനെ ഓടി കേച്ചു വരുന്നത്? എന്താ കാര്യം? ഹരിനാഥ് സംഭവിച്ചു പോയി. ഹരിനാഥ് സംഭവിച്ചു. എന്താടാ? സർപ്പദോഷങ്ങൾ വർഷങ്ങൾ എടുത്താലും തീരില്ലെന്ന് പറയുന്നത് ശരിയാ. പാമ്പുകൾക്ക് നമ്മളോടുള്ള പക ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. നന്ദീശ, എന്താ കാര്യം നീ തെളിച്ചു പറ. വെറുതെ ഓരോന്ന് പുലമ്പാതെ. തൃശൂലിനെ ഒരു പാമ്പ് ആക്രമിക്കാൻ വന്നു. ഞാൻ ചെന്നുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടത്. തൃശൂൽ, ഇത്തവണയും നീ രക്ഷപ്പെട്ടു അല്ലേ? ഞാനിപ്പോ അവിടെ ഇല്ലായിരുന്നെങ്കിൽ കൊച്ചുമുതലാളി പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചില്ല. ഇതിപ്പോ എന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാ. ഇപ്പൊ വിശ്വാസമായി. നന്ദീശ, അത് വേറെ ഏതെങ്കിലും പാമ്പായിരിക്കും. നാഗറാണിയെ നമ്മളല്ലേ കൊന്നുകളഞ്ഞത്. അവള് തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല. മുതലാളി നാഗരാജാവോ നാഗറാണിയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൃശൂലിന്റെ മേത്തേക്ക് എന്തായാലും ചാടി വീഴാൻ പോയത് ഒരു പാമ്പാ. അത് നാഗലോകത്ത് നിന്ന് വന്നത് തന്നെയാ. മുതലാളി വേഗം വന്നേ. എവിടേക്ക്? നമുക്ക് ഗുരുക്കളെ കാണാം.
ഗുരുക്കളെ കാണാനോ? എന്തിന്? മുതലാളി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമുക്ക് എന്ത് അത്യാവശ്യം വന്നാലും നമ്മൾ ഗുരുക്കളല്ലേ പോയി കാണാറുള്ളത്. അദ്ദേഹത്തിനടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയാം. അദ്ദേഹം എന്തെങ്കിലും വഴി കണ്ടെത്തി നമ്മളെ ഇന്ന് രക്ഷപ്പെടുത്താതിരിക്കില്ല. ആ, ഗുരുക്കളെ ഈ കാര്യത്തിന് വേണ്ടി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ മുതലാളി? നമ്മൾ ഗുരുക്കളുടെ അടുത്തേക്ക് പോയാ ഇവിടെ വീട്ടിലാരാ ഉള്ളത്? പാമ്പിനെ കണ്ടു നീ തന്നെ പറയുന്നുണ്ട്. വീട്ടിലെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉള്ളതല്ലേ, ഇങ്ങോട്ടെങ്ങനെ വന്നാലും. അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കേ, ഞാൻ പോയി ഗുരുക്കളെ കണ്ടിട്ട് വരാം. അല്ല മുതലാളി. നന്ദീശ, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്നോട് പറഞ്ഞില്ലേ, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ വീട്ടിലേക്ക് നിൽക്കാം. നന്ദീശന് സംശയം തുടങ്ങി. ഈ സംശയം വളരാൻ അനുവദിച്ചുകൂടാ. അനുവദിച്ചാൽ ഞങ്ങളുടെ ബന്ധം തന്നെ തകർന്നു പോയേക്കാം. അനുവദിക്കില്ല. ഞാനിത് വളരാൻ അനുവദിക്കില്ല. നീ പോയ കാര്യം നടന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഞാൻ അവനെ കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്തു കഴിഞ്ഞു. എന്റെ എല്ലാ ശക്തികളും അവനെതിരെ ഉപയോഗിച്ചു. എന്നിട്ടും അവൻ എന്താ മരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആദിശേഷന്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഇവളെ വിളിച്ചു വരുത്തിയത്. ഇവളുടെ ശക്തിയും അവന്റെ മുൻപിൽ ഒന്നുമല്ലാതാവുകയാണ്. എന്റെ ശക്തി ഫലിക്കാതിരിക്കുന്നത് ഇതാദ്യമായാണ്. നിന്നെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിന്നെ വിളിച്ചു വരുത്തിയ എനിക്ക് തന്നെ അപമാനമാണത്. ഒരു തവണയാണ് നടക്കാത്തതെങ്കിൽ സാരമില്ല. ഒന്നിലധികം തവണ പരിശ്രമിച്ചിട്ടും നിന്നെ കൊണ്ടത് സാധിക്കുന്നില്ല എങ്കിൽ നീ ഒരു പ്രയോജനവുമില്ലാത്തവളാണ്. എന്നെ ഇങ്ങനെ അപമാനിക്കണ്ട. എന്റെ ശക്തിയെ പറ്റി നിനക്കറിയില്ല. നിന്റെ ശക്തിയോ? ഒരു ബലി നടത്താൻ കഴിയാത്ത നിന്നിലെ ശക്തിയെ എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഇപ്രാവശ്യം തോറ്റുപോയിരിക്കുന്നു. എനിക്ക് ഇനി ഒരു അവസരം കൂടി തരൂ. അവനെ ഞാൻ ഇനി കൊല്ലാതെ വിടാൻ പോകുന്നില്ല. അതേത് ശക്തിയാണ് എന്നെ തടയുന്നതെന്ന് ഞാനും ഒന്ന് കാണട്ടെ. ശരി, എടുത്തുകൊള്ളൂ. നിന്റെ ശക്തിയുടെ കൂടെ ഞാൻ എന്റെ ശക്തിയും നിനക്ക് തരാം. ഇപ്പോൾ നീ അവനെ ഏറ്റുമുട്ടാനുള്ള സമർത്ഥയായിരിക്കുന്നു. ഞാൻ തന്നിട്ടുള്ള വിശേഷ ശക്തി ഉപയോഗിച്ച് അവനെ നീ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവാ. അങ്ങനെയാവട്ടെ. ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ. നീ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം അവന്റെ വീട്ടുകാരറിയാൻ പാടില്ല. രഹസ്യമായി വേണം എല്ലാം ചെയ്യാൻ. എനിക്ക് മനസ്സിലായി. അമൃത, നീ ഈ തവണ ഒരു കാരണവശാലും പരാജയപ്പെടാൻ പാടില്ല. പരാജയപ്പെട്ടാൽ തോൽവി എന്ന വാക്ക് പോലുമില്ല. ജയം മാത്രമാണ് എന്റെ ലക്ഷ്യം. എന്റെ ശക്തിയെ തന്നെ സംശയിക്കുന്നത് പോലെ ആക്കിയ അവനെ ഞാൻ ക്രൂരമായി കൊന്നിരിക്കും. ഈ വാശി തന്നെയാണ് എനിക്ക് വേണ്ടത്. പോയി വരൂ. വിജയീ ഭവ. ഇതാണ് ശരിയായ സമയം. ഇവനെ ഞാൻ ഈ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊന്നുകളയാം. എന്തോ മേഡം ഇത്? എന്റെ വണ്ടിയുടെ അടിയിൽ ഇപ്പൊ പടമായിട്ടിരുന്ന ഞാൻ ജസ്റ്റ് മിസ് ചെയ്തു. അല്ല, എന്ത് പറ്റി മേഡം? പേടിച്ചോടുന്ന പോലെ. ആ, വല്ല പുലിയോ സിംഹത്തിനെയോ ഒക്കെ കണ്ട് പേടിച്ചോടിയതായിരിക്കും. ഇപ്പൊ ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പുലി നിൽക്കല്ലേ. പക്ഷെ എന്നെ കണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ നല്ലൊരു പുലിയാണ്. അല്ല മേഡം, ഈ കാട്ടിക്കോട് എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ആ, മനസ്സിലായി മനസ്സിലായി. പുലിയുടെയോ സിംഹത്തിന്റെയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ. എന്നിട്ട് ഏതൊരു പ്രാണിനെ കണ്ട് ഓടി വന്ന് നിൽക്കുക. സാരമില്ല. എനിക്ക് കാടിനകത്തേക്ക് പോണായിരുന്നു. എന്റെ കൂടെ ഒന്ന് വരുവോ? നിങ്ങളുടെ കൂടെ വരണോ? ഞാൻ എന്റെ പെണ്ണിനെ കാണാലോ എന്ന് വിചാരിച്ച് വന്നതായിരുന്നു. കുഴപ്പമില്ല, മുതലാളി നിങ്ങളെ സഹായിക്കണമെന്നാ പറഞ്ഞിരുന്നേ. ശരി, വാ.
അല്ല മാഡം, ആ മരത്തിന്റെ മുകളിലുള്ള കിളിയെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഹൈ, നല്ല ഭംഗിയുണ്ടല്ലോ. മാഡം സൂക്ഷിച്ചെടുക്ക്, താഴത്തെ വല്ല പഴുതാരും തേളൊക്കെ കാണും. മാഡം, ഞാൻ അപ്പൊ തൊട്ട് ചോദിക്കുന്ന വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. അതായത് എന്റെ 4 നല്ല ഫോട്ടോ എടുത്ത് തരാൻ പറ്റുമോ? പ്ലീസ് പ്ലീസ് മാഡം, ആ ഫോട്ടോ കണ്ടിട്ടെങ്കിലും എന്റെ പെണ്ണിന് എന്നോടൊരു സ്നേഹം തോന്നട്ടെ. പ്ലീസ് മാഡം, ഒന്നെടുക്ക്. മാഡം, എന്താ മാഡം ഇങ്ങനെ? നിങ്ങൾ പ്രാണികളുടെ ഫോട്ടോ എടുക്കുമല്ലോ, അപ്പൊ മനുഷ്യന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഒന്ന് എടുക്കാം മാഡം, പ്ലീസ് പ്ലീസ് പ്ലീസ്. ആഹാ, എന്താ മാഡം ഇത്? പ്രാണികളുടെ ഫോട്ടോ മാത്രം നന്നായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചപ്പോ എന്റെ ഫോട്ടോ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടല്ലോ. മാഡം, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെന്നുണ്ടെങ്കിലേ ഒരു 4 ഫോട്ടോ കൂടെ എടുക്കോ പ്ലീസ് മാഡം. അല്ലെങ്കിൽ ഈ സ്ഥലം വേണ്ട, നമുക്ക് നമുക്ക് അങ്ങോട്ടേക്ക് മാറിക്കാം. വേമ്പ, നീ എത്ര ദൂരം പോകാൻ പോവാണെന്നറിയൂ? ഒരിക്കലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ആ ഇവിടെ തന്നെ. മാഡം മാഡം മാഡം, അയ്യോ, ഈ മാഡം എവിടെ പോയത്? ഇനി പാമ്പിനെ കണ്ട് പേടിച്ചോടിയതായിരിക്കും. മാഡം, മാഡം എവിടെയുള്ളേ? നാഗരാജാവേ, എന്നെ ഒന്നും ചെയ്യരുത്. ദൈവത്തോർത്തും എന്നെ വെറുതെ വിടേക്ക്. നാഗരാജാവേ, ഞാൻ നിങ്ങളുടെ മുന്നിൽ തൊഴുത് നിൽക്കുക. ദൈവം തന്നെ ഒന്നും വെറുതെ വിട്. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ നല്ലൊരു പയ്യനല്ലേ. നിന്റെ കാര്യത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞ് പൂജയൊക്കെ ചെയ്യാം. പറയുന്നത് മനസ്സിലാക്കും. പ്ലീസ് എന്നെ ഒന്നും വെറുതെ വിട്ടേക്ക്. ഞാൻ ഉപദ്രവിക്കില്ല. ഹേയ് ഹേയ്, വേണ്ട വേണ്ട സുന്ദരി, വിട്ടേക്ക്. നാഗരാജാവേ, ഞാൻ നിന്നെ തൊടുത്തതല്ലേ. ദയവേത് സുന്ദരി ഒന്നും ചെയ്യില്ലേ. സുന്ദരി, സുന്ദരി, സുന്ദരി.